കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളില് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും സൗജന്യയാത്ര അനുവദിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്കെതിരെ ഹൈക്കോടതിയില് പൊതുതാൽപര്യ ഹർജി. പദ്ധതി തികച്ചും ഏകപക്ഷീയവും വിവേചനപരവുമാണെന്ന് ആരോപിച്ചാണ് എറണാകുളം തമ്മനം സ്വദേശിയായ മുഹമ്മദ് ഫിർദൌസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 3125 കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളില് ഇന്നു മുതൽ നടപ്പിലാക്കി തുടങ്ങിയ ഈ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. യാതൊരുവിധ സാമ്പത്തിക മാനദണ്ഡങ്ങളോ താമസയോഗ്യതകളോ പരിഗണിക്കാതെ കേവലം ലിംഗത്തിന്റെ മാത്രം അടിസ്ഥാനത്തില് ഇത്തരമൊരു ആനുകൂല്യം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിള് 14, 15(1) എന്നിവ ഉറപ്പുനൽകുന്ന സമത്വത്തിന്റെയും വിവേചനമില്ലായ്മയുടെയും നഗ്നമായ ലംഘനമാണെന്ന് ഹർജിയില് ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാന് ഭരണഘടനയുടെ ആർട്ടിക്കിള് 15(3) സർക്കാരിന് അധികാരം നൽകുന്നുണ്ടെന്നത് ശരിയാണെങ്കിലും അത് കൃത്യമായ ലക്ഷ്യത്തോടും പ്രത്യേക പിന്നാക്കാവസ്ഥ പരിഹരിക്കാനും വേണ്ടി മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാല് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി സാർവത്രികമായി പ്രഖ്യാപിക്കുന്ന ഇത്തരം സൗജന്യ സബ്സിഡികള് ഈ വകുപ്പിന്റെ പരിധിയില് വരില്ലെന്നും ഹർജിയില് വാദിക്കുന്നുണ്ട്. ഈ പദ്ധതിയിലൂടെ യാതൊരു മാനദണ്ഡവുമില്ലാതെ പുരുഷന്മാരെയും സ്ത്രീകളെയും കേവലം ലിംഗത്തിന്റെ അടിസ്ഥാനത്തില് മാത്രം വേർതിരിക്കുന്നത് പുരുഷന്മാരോടുള്ള വിവേചനമാണെന്നും ഹർജിക്കാരന് ആരോപിക്കുന്നു. പ്രിയദർശിനി പദ്ധതി വഴി പ്രതിദിനം ഏകദേശം 2 കോടി രൂപയും പ്രതിവർഷം 800 കോടി രൂപയുമാണ് സംസ്ഥാന ഖജനാവിന് വരാന് പോകുന്ന അധിക ചെലവ്. നിലവില് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതും പ്രതിവർഷം 1500 കോടി രൂപയോളം സർക്കാർ സഹായം കൈപ്പറ്റുന്നതുമായ കെഎസ്ആർടിസിക്ക് മേല് ഈ പദ്ധതി താങ്ങാനാവാത്ത വലിയൊരു അധിക ബാധ്യതയാണ് അടിച്ചേൽപ്പിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേറ്റയുടന് തന്നെ ഈ പദ്ധതിക്ക് തത്വത്തില് അംഗീകാരം നൽകിയിരുന്നു. എന്നാല് യാതൊരുവിധ നൈരൂപീകരണ പഠനങ്ങളോ ആവശ്യമായ സാമൂഹിക വിലയിരുത്തലുകളോ സാമ്പത്തിക പ്രത്യാഘാത പഠനങ്ങളോ നടത്താതെ വെറുമൊരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം യാന്ത്രികമായി നടപ്പിലാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്നും ഹർജിയില് കടുത്ത വിമർശനമുയർത്തുന്നു. പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഭരണഘടനാ വിരുദ്ധമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി പൂർണ്ണമായി റദ്ദാക്കണമെന്നും കേസില് അന്തിമ തീർപ്പാകുന്നതുവരെ പദ്ധതിയുടെ തുടർ നടപടികള് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യണമെന്നുമാണ് ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.